ഇതാരൊക്കെ എവിടെ നിൽക്കുന്നേ? നന്ദിനി, രാജുവേട്ടന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ വേലക്കാരെന്ന് പറഞ്ഞാൽ ഈ മുതലാളിമാരൊക്കെ എന്താ കരുതി വെച്ചിരിക്കുന്നേ? എവർക്കൊക്കെ ചവിട്ടിക്കൂട്ടാനുള്ള ആളാണോ രാജേട്ടാ? നമ്മള് പ്രതികരിക്കണം മോളെ. അടുക്കളയിൽ കൊടി കുത്തണം, അടുക്കളയിൽ സമരം നടത്തണം. എവർക്കൊന്നും ഇതൊന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ തീയിട്ട് കളയണം. രാജേട്ടാ മതി. പക്ഷേ എല്ലാ മുതലാളിമാരെ പോലെയല്ല ഈ മുതലാളി. ഇതെന്റെ സാറല്ലേ, കൽക്കട്ടം പോലത്തെ എന്റെ സാറ് പോളുമാർ. സത്യം പറഞ്ഞ ഈ പിള്ളേരെയൊക്കെ കയ്യിലിട്ട് കൊഞ്ചിക്കൂലേ, അതുപോലെ ആണെന്ന് തോന്നുന്നു. സാറേ, ഞാൻ സാറിനെ ഒന്ന് കൊഞ്ചിക്കോട്ടെ. രാജു, സാധാരണ കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഓ, അതുക്കും മേലെ സാറേ, അതുക്കും മേലെ. ഇതെല്ലാം സാറിന്റെ ഫോറിൻ സാധനമല്ലേ. ഓ, എന്താ സുഖം സാറേ. ഈ മദ്യത്തിന് പകരം സാറിന് ഞാൻ എന്താ ചെയ്തു തരേണ്ട പറയണം സാറ്. എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു തരും സാറേ. സാറിന് ഈ ചീട്ട് കളിക്കാൻ അറിയോ? അറിയാമെങ്കിൽ നമുക്ക് നേരം വെളുക്കുന്നവരെ ഇവിടെ ഇരുന്ന് ചീട്ട് കളിക്കാം. എനിക്ക് 2 അടിച്ചു കഴിഞ്ഞാൽ ചീട്ട് കളിക്കണം. ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും. സത്യം. രാജേട്ടാ മതി, പോവാൻ നോക്ക്. അങ്ങനെയല്ലല്ലോ, ഒരു കാര്യം അഭിനയിക്കുമ്പോ കൃത്യമായിരിക്കണം. എന്തോ? അതായത് സൂര്യ സാറേ, ഈ ചീട്ട് കളിക്കുന്നത് ഒരു അഭിനയല്ലേ. ആ അഭിനയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സാറിന് മനസ്സിലായോ? സാറിന് മനസ്സിലായോ?